2025 ശേഷം ഓരോ സെക്കൻഡിലും ഓരോ വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്രയും മുടിഞ്ഞ ഒരു വർഷം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞങ്ങൾ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് മകനോട് കാമം തോന്നുമോ, അതായത് സെക്ഷലി ഒരു അടുപ്പം തോന്നുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും എന്നെ നോക്കി നെറ്റി ചുളിക്കും. ഉറപ്പല്ലേ ഇവൾ എന്തിട്ടാണ് ഈ ചോദിക്കുന്നതെന്ന് തോന്നിയിട്ട്. എന്നാൽ അങ്ങനെയും സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ പറയുന്ന മീഡിയാസ് എല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് കേരളത്തിൽ അങ്ങനെ നടന്നിട്ടില്ല, ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന നിലയ്ക്കാണ്. നമുക്കറിയാം ഇവിടെ ഓരോ വാർത്തകളും, ഏറ്റവും പൈശാചികമായിട്ടുള്ള വാർത്തകളും ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ് ആരംഭിച്ചത്. പിന്നീടാണ് തുരുതുര ആയിക്കൊണ്ടിരുന്നതെന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഒരുപാട് നോക്കിക്കാണേണ്ട ഒന്നാണ്. അത്രയും അതീവ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ്. അതായത് 35 വയസ്സുള്ള ഒരു സ്ത്രീ, അവൾക്ക് 11 വയസ്സുള്ള ഒരു മകനുണ്ട്, ഭർത്താവുമായി പിരിഞ്ഞു നിൽക്കുകയാണ്. പാലക്കാട് കൂനിശ്ശേരി കുതിരപ്പാറ സ്ഥലത്തുള്ള ഒരു സ്വദേശിനി. അവൾ ചെയ്ത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 വയസ്സുള്ള അവളുടെ മകൻ്റെ സുഹൃത്ത്, അതേ പ്രായത്തിലുള്ള ആ പയ്യൻ്റെ ജ്യേഷ്ഠൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 14 വയസ്സ് മാത്രമുള്ള പ്രായമുള്ള ആ പയ്യനെ, അവനെയും കൊണ്ട് നാട് വിട്ട്. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് പോയിട്ട് കുട്ടിയെ കാണാത്തത് കൊണ്ട് വീട്ടുകാർക്ക് ഇതിനെ മുമ്പേ എന്തോ ഇതിൻ്റെ കാര്യങ്ങൾ അറിയാതിരിക്കണം. അതുകൊണ്ടായിരിക്കണമല്ലോ പോലീസിനോട് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സംശയം പറയുന്നത്. അതിനെ തുടർന്ന് ഈ പറയുന്ന ഫോണും ബാക്കി കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യുന്നതിനെ തുടർന്ന് എറണാകുളത്ത് നിന്ന് പോലീസ് കണ്ടെടുക്കുകയാണ് ചെയ്തത് അവളെയും ആ കുട്ടിയെയും. ആ സമയത്ത് അവൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ ഇഷ്ടത്തോടെ തന്നെയാണ് എന്നോടൊപ്പം വന്നതെന്ന്. അതിനുശേഷം അവളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പോക്സോ കേസ് അവളുടെ മേൽ ചുമത്തി എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 35 വയസ്സ് പ്രായമുള്ളവൾക്ക് 11 വയസ്സുള്ള മകൻ ജനിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ പ്രായത്തിൻ്റെ കാര്യം ആലോചിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം 14 വയസ്സെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 20 വയസ്സ്, ആ 20 വയസ്സിൽ അവൾക്ക് ഈ പറയുന്ന പ്രഗ്നൻ്റോ മറ്റോ ആയിക്കഴിഞ്ഞാൽ ഇതേ പ്രായത്തിലുള്ളൊരു കുഞ്ഞാവാനുള്ള പ്രായം അവൾക്കുണ്ട്. അതായത് അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് അവൾ നിൽക്കേണ്ടതെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പോലും അവളുടെ കുഞ്ഞിൻ്റെ കൂട്ടുകാരൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറയുന്ന സമയത്തും കുഞ്ഞ് തന്നെയാണ് അവൾക്ക്. 9ാം ക്ലാസ്സിൽ, വെറും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിനോട് അവൾക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖം തോന്നണമെങ്കിൽ ഈ കാലത്തിൻ്റെ പോക്ക് എന്താണ്, അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഇത്തരത്തിലൊരു കാര്യം തോന്നണമെങ്കിൽ എന്താണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഓരോ രക്ഷിതാക്കളും മനസ്സിലാക്കിയേ പറ്റൂ. കുട്ടികളെ മാത്രം ഇതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മുതിർന്നവരുടെ പോക്കും വഴി തെറ്റിയാണ്. കാരണം 35 വയസ്സുള്ള ഒരുത്തിക്ക് 14 വയസ്സുള്ള കുഞ്ഞിനോട് ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ തോന്നണമെങ്കിൽ അവരുടെ ചിന്താഗതിയും എത്തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആണുങ്ങളാണ് ഈ ഒരു വാർത്തയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഡ്രഗ്സ് യൂസ് ചെയ്തു എന്നുള്ള, ഇന്ന് സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് നോക്കിയത് എത്രത്തോളം ഹീനമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന്. അമ്മ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന അവളുടെ ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞ് കഴിയുക എന്ന് പറയുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് ഈ തരത്തിലുള്ള വൃത്തികെട്ട സൂക്കേടാണെന്നുണ്ടെങ്കിൽ മറ്റൊരുത്തിനെ കല്യാണം കഴിക്കുക. അതിന് പകരം ഞാനതല്ല ആലോചിക്കുന്നത്, ഇവർക്ക് വിവരമില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 11 വയസ്സുള്ള ഇവളുടെ കുട്ടിയും ഒരു മോൻ തന്നെയല്ലേ. അപ്പം ആ കുഞ്ഞിനോട് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ പാടില്ലെന്ന് അവൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. അതിപ്പം വേറൊരു അമ്മ പ്രസവിച്ച മകനോടാകാമെന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ചീക്കൊല്ലത്ത് നോക്കി 2 പൊട്ട് കിട്ടേണ്ട, അല്ലെങ്കിൽ ഈ പറയുന്ന തലയിൽ നെല്ലിക്കാത്തളം വയ്ക്കാനുള്ള സമയമായെന്നേ പറയാൻ പറ്റും. അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ അവൾ ചെയ്യേണ്ടി വരും. ഇതിപ്പം മിക്ക മീഡിയാസിലും ഞാൻ കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം, അത് പോട്ട്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വാർത്തകൾ അറിയുന്ന സമയത്ത്, ഈ പറയുന്ന പീഡനമോ ബാക്കി കാര്യങ്ങളോ ഡ്രഗ്സിൻ്റെ കാര്യങ്ങളോ ഒക്കെ അറിയുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീകൾക്ക് കിട്ടുന്ന എന്തോ ഒരു പ്രയോറിറ്റി കൂടുതലായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്, ഒരു പ്രിവിലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്. അതെന്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. എപ്പോഴും ഇക്വാളിറ്റി എന്ന് മുറവിളി കൂട്ടുന്നവർക്ക് എന്താണ് ഈ കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് എന്താ ഇക്വാളിറ്റി വേണ്ടേ? അതായത് 35 വയസ്സുള്ള സ്ത്രീക്ക് പേരില്ല, ഒരു മാധ്യമത്തിലും പേരില്ല, അവൾക്ക് ഫോട്ടോ ഇല്ല. അതെന്താ? പുരുഷനാര് ചെയ്തിരുന്നെങ്കിൽ ഒരു പെൺകുട്ടിയെ, 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ 35 വയസ്സുകാരനായിരുന്നു തട്ടിക്കൊണ്ടുപോയിരുന്നെങ്കിൽ അവൻ്റെ ഫോട്ടോ അവിടെ ഇടുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡിസ്ക്രിമിനേഷൻസ് വരുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. ആണായാലും പെണ്ണായാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യായീകരിക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 പേർക്കും കൊടുക്കാനുള്ള ശിക്ഷാവിധി അല്ലെങ്കിൽ നടപ്പിലാക്കേണ്ട നിയമം ഒന്ന് തന്നെയാണ്. നമ്മൾ പറയത്തില്ലേ, റൂൾസിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുമ്പം എന്തിനാണ് ഇത്രയും പ്രിവിലേജസ് സ്ത്രീകൾക്ക് കൊടുക്കുന്നത്? അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ രാഹുൽ ഈശ്വറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ
പുരുഷ കമ്മീഷൻ വേണമെന്ന് ഇത്രയും മുറവിളി കൂട്ടുന്നത്? എനിക്ക് ഈ ഒരു വാർത്ത കേട്ട സമയത്ത് ഇങ്ങനൊരു രീതിയിലൂടെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് വേണമെന്ന് തന്നെയാണ് തോന്നിയെന്നുള്ളത്. കാരണം സ്ത്രീകൾക്ക് വേണ്ടി മുറവിളി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഇതുപോലെ ഉണ്ടല്ലോ, ഇതേപോലെ കേസുകൾ വരുവാണെങ്കിൽ അല്ലെങ്കിൽ പുരുഷന്മാരുടെയും ഫോട്ടോസ് എന്തുകൊണ്ട് ബ്ലർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കാണിക്കാതിരിക്കുന്നു, പേര് പറയുന്നത് എന്തുകൊണ്ട്? അപ്പം അത് അവർക്കും വേണ്ട നീതി എന്ന് പറയുന്നത്. തെറ്റ് ചെയ്ത് കഴിയുമ്പം രണ്ട് നീതി ആണും പെണ്ണും കൊടുക്കുന്നത് ശരിയായിട്ടുള്ളൊരു ഏർപ്പാടല്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. ഇതിലപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഈ കുട്ടികൾ 14 വയസ്സുള്ള കുട്ടിക്ക് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചിന്ത വന്നതിൻ്റെ കാര്യം എന്തെന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടും. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമുക്ക് തന്നുവിട്ട അല്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നുവിട്ട വലിയൊരു, നമ്മൾ വിചാരിക്കും കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മളെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ആ അത്യാപത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങ് നീങ്ങിപ്പോയപ്പോൾ നമ്മളങ്ങ് രക്ഷപ്പെട്ടു. ഇല്ല, ആ അത്യാപത്ത് അതിലും വലിയൊരു അത്യാപത്ത് സംഭവിച്ച് അല്ലെങ്കിൽ സമ്മാനമായി തന്നിട്ടാണ് പോയത്. അതായത് കോവിഡ് കാലത്ത് കൃത്യമായിട്ട് വീടിനുള്ളിൽ മാത്രം തളയ്ക്കപ്പെട്ട സമയത്ത് കുട്ടികളിലേക്കും മുതിർന്നവരിലേക്കും വന്ന മാനസികമായിട്ടുള്ള കുറേയധികം മാറ്റങ്ങളുണ്ട്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരിലും മാറ്റങ്ങൾ വന്നു, മുതിർന്നവരിലും മാറ്റങ്ങൾ വന്നു, കുട്ടികളിൽ അതിനേക്കാൾ ഏറെ മാറ്റങ്ങൾ സംഭവിച്ചു. അതിനൊരു തെളിവ് തന്നെയാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. അതായത് ഫോൺ എപ്പോഴാണോ അവർക്ക് സ്വന്തമായി കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണ കാലത്താണ്. പഠിക്കാൻ വേണ്ടിയാണ് കൊടുത്തെങ്കിലും പലപ്പോഴും ഈ പറയുന്ന രക്ഷിതാക്കളും സ്വന്തമായി കുട്ടികൾക്ക് ഫോൺ വാങ്ങിക്കൊടുത്തു. എന്നിട്ട് അവർക്ക് പഠിക്കാനുള്ള നോട്ട്സ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു റൂം തുറന്നു കൊടുക്കുക, അത് അടച്ച് മക്കളിരുന്ന് പഠിച്ചോളൂ. എന്നിട്ട് അമ്മ പോയിരുന്ന് സീരിയൽ കാണും, അല്ലെങ്കിൽ അവരുടെ ജോലിയായിട്ട് പോകും, അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ പണിയായിട്ട് പോകും. മക്കൾ ആ റൂമിനകത്ത് ആ മൊബൈൽ ഫോണിൽ എന്തൊക്കെ കണ്ടു കേട്ടെന്ന് ഒരു രക്ഷിതാക്കൾക്കും അറിയണ്ട. അവരുടെ വിചാരം എന്താണ്? അയ്യോ, ഞാൻ നല്ലത് മാത്രമേ പറഞ്ഞു കൊടുത്തുള്ളൂ, എൻ്റെ കുട്ടി ഞാൻ പ്രസവിച്ചതല്ലേ, ഞാൻ ജന്മം കൊടുത്തതല്ലേ, അവനോ അവളോ അങ്ങനൊന്നും ചെയ്യില്ല. അതിൻ്റെ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല നിങ്ങളുടെ കുട്ടികളുടെ മാറ്റങ്ങളൊന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കൂ. നമ്മൾ പണ്ട് പഠിച്ച, നമ്മൾ ജീവിച്ച കാലത്തിലെ ചിന്താഗതിയല്ല നമ്മൾ ഈ പറയുന്ന സെക്ഷുവലി ഉള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയതെന്ന് പറയുന്നത് 10ഉം 20ഉം 23 വയസ്സ്, 10അല്ല 20-23 വയസ്സിലാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കുട്ടികൾ 5ഓ 6ഓ വയസ്സിൽ പൂർണ്ണമായിട്ട് ഇതിനെക്കുറിച്ച് അത്രയും വലിയ നോളജ് അവർ സമ്പാദിച്ച് അവരത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം കഴിഞ്ഞൊരു വർഷത്തെ ഈ പറയുന്ന ഇത്തരത്തിൽ പെൺകുട്ടികളെ അബ്യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പീഡിപ്പിച്ച് കൊന്നിട്ടുള്ള വാർത്തകൾ കുഞ്ഞുങ്ങളുടേത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 6ഉം 7ഉം 8ഉം വയസ്സുള്ള കുട്ടികൾ അതിൽ പെട്ടിട്ടുണ്ട്. ആൺകുട്ടികൾ അതേ ലെവലിൽ പെട്ടിട്ടുണ്ട്. അത് ഈ പറയുന്ന അതിനുള്ള തെളിവായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഈ ക്രൈം റിപ്പോർട്ടിലും മറ്റും വന്നിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. യൂട്യൂബ് അല്ലെങ്കിൽ ഫോണിൽ നോക്കി കൃത്യമായി ഇത്തരത്തിലുള്ള പോൺ വീഡിയോസ് കണ്ട് അഡിക്റ്റഡ് ആയിട്ട് അത് കൃത്യമായി പ്രാവർത്തികമാക്കി സ്വന്തം സഹോദരിയിൽ ശ്രമിച്ച് ഈ പറയുന്ന ഫോപ്പാല് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു പയ്യൻ ചെയ്തതാണ്. ഒന്നിച്ചായിരുന്നു സഹോദരിയും മാതാപിതാക്കൾ കിടത്തിയിരുന്നെന്ന് പറയുന്നത്. അവൻ ഈ പറയുന്ന പ്രയോഗിച്ച് നോക്കിയത് സഹോദരി അതിനെതിരെ ഈ പറയുന്ന തടസ്സം പിടിച്ചു. അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ അവളുടെ കഴുത്ത് ഞെരിച്ച് അവളെ കൊല്ലാൻ ശ്രമിച്ചു. കുട്ടിയുടെ ശ്വാസം പെട്ടെന്ന് നിലച്ച സമയത്ത് അവൻ പേടിച്ചു, പെട്ടെന്ന് വെപ്രാളപ്പെട്ടു. പക്ഷെ അവൻ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തിരുന്നു. അതിനുശേഷം ഇവൻ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് വീണ്ടും കൊച്ച് ഈ പറയുന്ന ചുമച്ചുകൊണ്ട് എണീറ്റിട്ട് വീണ്ടും ഇതേ പറഞ്ഞ സമയത്ത് വീണ്ടും ചെയ്തു, കുഞ്ഞ് മരിച്ചു. ആ സമയത്ത് ഈ പറയുന്ന അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത്. അമ്മ കുഞ്ഞ് വേറെ ഏതോ രീതിക്ക് മരിച്ചു എന്ന് പറഞ്ഞ് പോലീസിന് മൊഴി കൊടുക്കുന്നു. പക്ഷേ പോലീസ് അത് കണ്ടെത്തുകയാണ് ചെയ്തതെന്ന് പറയുന്നത്. അതിൽ ഫോണിലൂടെയാണ് ഈ സംഭവങ്ങൾ, പോൺ വീഡിയോസ് സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കുട്ടികളിൽ വരുത്തിയ മാറ്റം എന്ന് പറയുന്നത് വലിയ അളവിലാണ്. അവർ എന്ത് പറയണം, എന്ത് ചെയ്യണം, എന്താണെന്ന് ഒരു ചിന്താഗതിയില്ല. പക്ഷെ അവർ IQ ലെവൽ ഭയങ്കര കൂടിയ ലെവലിലാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് മൂല്യങ്ങളോ രക്തബന്ധങ്ങളോ അമ്മയാണെന്നോ അച്ഛനാണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ അനുജത്തിയാണെന്നോ അങ്ങനെ ഓരോ തരത്തിലുള്ള കാര്യങ്ങളും ഒന്നും അറിയില്ല. ഒരുമാതിരി മരവിച്ചുപോയ മനസ്സ്, അതാണ് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ. ഇതേ കാര്യം തന്നെ വലിയ ആൾക്കാരിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു റൂമിൽ കുറേ കാലം 2 വർഷത്തോളം അല്ലെങ്കിൽ 1 വർഷത്തോളം സ്ഥിരമായി പൂട്ടിക്കെട്ടിയിരുന്ന് ഫോണിൽ മാത്രമായിരുന്നു ജീവിതം. അങ്ങനെ ആയിരുന്ന സമയത്ത് വലിയവരിലും ഇതേപോലെ ഫോൺ വീഡിയോസ് അഡിക്റ്റഡ് ആയിട്ടുണ്ട്. ആ സമയത്ത് അവർക്ക് വന്നതെന്ന് പറയുന്നത് സെക്ഷുവലി ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ പോകുന്ന സമയത്ത് സംതൃപ്തിയില്ല. സ്വന്തം ഭർത്താവിനോട് സംതൃപ്തിയില്ല, ഭാര്യയ്ക്ക് സംതൃപ്തിയില്ല. സ്വാഭാവികമായിട്ടും വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിൽ പ്രയോഗിക്കുക. അത് ഏജ്
ഏജ് ഡിഫറൻസ് ഉള്ള ആൾക്കാരിൽ ഇതുപോലെ തോന്നിവാസങ്ങൾ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം നടന്നതെന്ന് പറയുന്നത്. ഈ ഒരു പ്രായ വ്യത്യാസം 35 വയസ്സ് 14 വയസ്സ് അമ്മയാകാനുള്ള, ആ കുഞ്ഞിൻ്റെ അമ്മയാകാനുള്ള പ്രായം അവൾക്കുണ്ട്. ആ അമ്മയ്ക്കൊരു മകനോട് ഇത്തരത്തിലൊരു ബന്ധം തോന്നിയെങ്കിൽ, ഒരു വൃത്തികെട്ട ഒരു രീതിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ടും ഇതിന് പിന്നിൽ മാനസികമായിട്ടുള്ള വൈകല്യങ്ങൾ ഒരുപാട് സംഭവിച്ചു ഇത്തരത്തിലുള്ള കാലയളവിൽ. അപ്പം അതിന് കൃത്യമായിട്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കൗൺസിലിങ്ങും ബാക്കി കാര്യങ്ങളും ആവശ്യമുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഒരു പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷമാണ് ഇവിടെ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ, പീഡനങ്ങൾ, അച്ഛൻ മകളെ റേപ്പ് ചെയ്യുന്നു, ഗർഭിണിയാക്കുന്നു, ഇതുപോലുള്ള വാർത്തകൾ നിരന്തരമായിട്ട് നമ്മൾ കാണാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ മദ്യപിച്ചു വന്നിട്ട് ഭാര്യയെ കൊല്ലുന്നു, ഇതൊക്കെ ഇതിന് ശേഷമാണ് കൂടുതൽ വ്യാപകമായി നമ്മൾ കേട്ടും കണ്ടും തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം മനുഷ്യൻ്റെയൊക്കെ മാനസികാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ, എന്തൊക്കെയോ മാറ്റങ്ങൾ ഇത്തരത്തിൽ മാറിക്കഴിഞ്ഞു. അച്ഛന് മകൾ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഭാര്യയോട് എന്താണ് പെരുമാറേണ്ടതെന്ന് അറിയുന്നില്ല, ഈ പറയുന്ന ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം മനസ്സിലാവുന്നില്ല, മറ്റുള്ളവരോടൊപ്പം പോകുന്നു. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ. സ്വന്തം ഇഷ്ടം, സ്വന്തം സംതൃപ്തി, ആ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എന്തും, സ്വന്തം കുഞ്ഞിനെ പാറക്കല്ലിൽ അടിച്ച് കൊല്ലാൻ തയ്യാറാകുന്ന ഒരമ്മ പോലും നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇത്തരത്തിലുള്ള മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. ഇതിനൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അതിനോടുള്ള കൂടുതൽ ഈ പറയുന്ന അഡിക്ഷൻ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആർക്കും തട്ടിമാറ്റാൻ പറ്റില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്, ശരിയാണ്, നിങ്ങളുടെ സ്വഭാവം ചിലപ്പോൾ 100% ശരിയാവാം, ഓക്കെ ആവാം. പക്ഷേ നിങ്ങൾ ജന്മം കൊടുത്തു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നേരെ ആവണം എന്ന് നിങ്ങൾ ശാഠ്യം പിടിച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. കാരണം എപ്പോഴും നിങ്ങളോടൊപ്പം അല്ല അവർ കഴിയുന്നത്, അവർ പുറത്ത് പോകുന്നുണ്ട്, അവർ പുറത്ത് ആൾക്കാരുമായിട്ട് ഒരുപാട് അവർക്ക് ബന്ധങ്ങളുണ്ട്. അവരുടെ കയ്യിൽ ഫോൺ എന്ന് പറയുന്ന ഒരു വലിയ ചതിക്കുഴിയുണ്ട്. ആ ചതിക്കുഴിയിലൂടെ ഓരോ ആപ്പുകളിലൂടെ, ഓരോ സോഷ്യൽ മീഡിയയിലൂടെ അവിടെ ഒരുപാട് പേരെ പരിചയപ്പെടുന്നുണ്ട്. പണ്ടത്തെ പോലെ ഫോൺ വിളി മാത്രമല്ല ഇന്ന് നടക്കുന്നതെന്ന് പറയുന്നത്, മുഖം കണ്ട് ഈ പറയുന്ന വീഡിയോ കോളിംഗ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള കാര്യങ്ങൾ പോലും നടക്കുന്ന തരത്തിലേക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കുക, എന്ത് സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് കുട്ടികളെ സുരക്ഷിതമാക്കി വെക്കുക, കുട്ടികളോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, അവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി മാറുക, അവരെന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പോവുക. അടുത്തൊരു കാര്യം, എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു കഴിവ് കുട്ടികളിൽ ആർജിച്ചെടുക്കണമെങ്കിൽ അത് ആദ്യമേ തന്നെ അവരെ ശീലിപ്പിച്ചു തുടങ്ങുക. അപ്പം അത്രയും കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ രക്ഷിതാക്കൾ മുൻകൈ എടുത്ത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും പിടിവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല.